ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റോഡ് ഷോ വരുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾക്കല്ലേ അവിടെ കെ സുരേന്ദ്രൻ എന്ത് കാര്യം ഇനി അഥവാ ഒരാള് കൂടിപ്പോയി എന്നാണ്. കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് മിസ്റ്റർ. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് കെ സുരേന്ദ്രൻ. അയാൾ പിന്നെ നിൽക്കാതെ അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല, ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം, എവിടെ അധ്യക്ഷണം വഹിക്കണമെന്ന് തീരുമാനിക്കുന്നത് റിപ്പോർട്ടർ ചാനലും നികേഷുമാണോ? റിപ്പോർട്ടർ ചാനലിനോ അല്ലെങ്കിൽ നികേഷിനോ ഒക്കെ വളരെ പരിമിതമായ റോളേ ഇല്ല. പക്ഷേ ശ്രീ ഷാബു പ്രസാദ് ഇനിയിപ്പോ സ്ഥാനാർത്ഥികളെ മൂന്ന് പേരെ മാത്രമേ നരേന്ദ്രമോദിയെ കൂടാതെ 3 പേരെ നിർത്താൻ കഴിയൂ എങ്കിൽ ശ്രീ ഷാബു പ്രസാദ് ആ സുരേന്ദ്രനെ പിടിച്ച് താഴെ ഇരുത്തണം. സുരേന്ദ്രനോട് പറയണം ബാക്കിൽ വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ വന്നാൽ മതി, പകരം അബ്ദുസലാമിനെ കയറ്റണമെന്ന് പറയണം. അബ്ദുസലാമിനെ കയറ്റണമെന്ന് പറയേണ്ട കാര്യം എന്തുകൊണ്ടാണ്? അബ്ദുസലാമിന്റെ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ബി.ജെ.പി പ്രവർത്തകര് പാലക്കാട്ടെ റോഡ് ഷോയിൽ അണിനിരന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ബി.ജെ.പിയുടെ ഒരു പരിപാടിയിൽ ആരെ ഓരോരുത്തർക്കുള്ള റോൾ എന്താണ്, എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ. അതിന് ബി.ജെ.പിക്ക് സംഘടനാ സംവിധാനമുണ്ട്. അത് അവർ നല്ല വൃത്തിയായിട്ട് ചെയ്തോളും. നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു കാര്യമുണ്ട്, ഇതുപോലെയുള്ള ചീഞ്ഞ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ആകെ വൃത്തിയായിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ അറിയാവുന്ന ഒരു പണി അത് മാത്രമാണ്. അതങ്ങ് ചെയ്യും നിങ്ങൾ, അതേ ഉള്ളൂ. അല്ലാതെ ചോദിക്കാൻ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ കൂട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. എന്ത് ഇത് ചോദിക്കാൻ നിങ്ങളാരാണ്? ബിജെപിയുടെ ഒരു പരിപാടിയിൽ നടന്ന ഒരു കാര്യത്തിനെ പറ്റി ചോദിക്കാൻ നിങ്ങളാരാണ്? നിങ്ങൾ പോയി CPM-ന്റെ കാര്യം അന്വേഷിക്കണം. ബി.ജെ.പി കൂടുതൽ തുറന്നു കാട്ടപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ മലപ്പുറത്ത് ബി.ജെ.പിക്ക് വേറെ സ്ഥാനാർത്ഥിയെ നിർത്താമായിരുന്നു. ബി.ജെ.പിയുടെ കാര്യം ബി.ജെ.പി നോക്കിക്കോളൂന്നേ. നിങ്ങൾ എന്തിനാണ് അതിന്റെ അതി വേവലാതിപ്പെടുന്നത്? Debate with M.V. Nikesh Kumar.